നല്ലത് ചിന്തിക്കണമെന്നും നല്ലത് പ്രവർത്തിക്കണമെന്നും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ആലോചിച്ച് ഓരോരോ ദിവസവും തുടങ്ങുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും നല്ലത് ചെയ്യുവാനും നല്ലത് പ്രവർത്തിക്കുവാനും നല്ലത് ചിന്തിക്കുവാനും നമുക്ക് സാധിക്കാറുണ്ടോ? അകത്തെ ചിന്തകൾക്കനുസരിച്ചാണോ നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം? അല്ലെങ്കിൽ ഓരോരോ നിമിഷവും നമ്മൾ പ്രവർത്തിക്കുന്നതും സാഹചര്യത്തിന് അടിമപ്പെട്ട് ഓരോരോ പ്രശ്നങ്ങളുടെ നടുവിൽ വരുമ്പോൾ സാഹചര്യ സമ്മർദ്ദങ്ങളാൽ നമ്മൾ ഓരോരോ വ്യക്തികളും അതിനനുസരിച്ച് സ്വഭാവത്തിൽ വ്യത്യാസം വരുമ്പോൾ അനുദിനം കുറ്റബോധത്തിലേക്കും വിഷമത്തിലേക്കും നമ്മൾ ഓരോരുത്തരും വീണു പോകാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ബൈബിൾ എന്തു പറയുന്നു? റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വചനം. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വ്യക്തമായി എഴുതപ്പെട്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നതോ നമ്മൾ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതോ പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് തിന്മയാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മുടെ ഹൃദയത്തിലുള്ള ചിന്തകൾക്കനുസരിച്ച് നമ്മുടെ ജഡത്തെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളെ ഇതിനെയൊന്നും നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റാറില്ല. പല സാഹചര്യങ്ങളിലും നമ്മൾ അതിൽ വീണു പോകുന്നവരാണ്. എന്താണ് കാരണം? നമ്മുടെ ആത്മാവിനെ അനുസരിച്ച്, നമ്മുടെ അകത്തെ ഉപബോധ മനസ്സിലെ താല്പര്യങ്ങളനുസരിച്ച്, ചിന്തകളനുസരിച്ച് നമുക്ക് നമ്മളെ തന്നെ ഏകീകരിച്ച് അല്ലെങ്കിൽ അലൈൻ ചെയ്ത് ഏറ്റവും നന്മ ചെയ്ത് ജീവിക്കാൻ നമ്മൾക്കൊരിക്കലും സാധിക്കാറില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്ന നന്മ ചെയ്യുവാൻ നമ്മൾ ചിന്തിക്കുമ്പോൾ തിന്മയിലേക്ക് നമ്മളെ വലിച്ച് പുറകിലോട്ട് നിൽക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും അതുണ്ട്. ഒരു വ്യക്തി മദ്യപിക്കുന്ന ഒരു വ്യക്തി കുറ്റബോധത്തിലേക്ക് വീഴുന്നു. ഇനി ഞാനിത് ചെയ്യത്തില്ല, ഒരു പാപബോധത്തിലേക്ക് വീഴുന്നു. പക്ഷെ ആ വ്യക്തിക്ക് ഒരിക്കലും അതിൽ നിന്ന് കരകയറാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അകത്തെ ചിന്തയ്ക്കനുസരിച്ച് നല്ലത് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ നടക്കും എന്നുള്ള ചിന്തയ്ക്കനുസരിച്ച് പുള്ളിക്ക് അതിൽ നിന്ന് പുറത്തു വരുവാൻ സാധിക്കുന്നില്ല. പുള്ളിക്ക് അതിൽ നിന്നൊന്ന് വിട്ടു വരുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്ങനെ ഇതിനെ ജയിക്കാം? ഇതിനൊരു ഓവർകം ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രെങ്ത് നമുക്ക് എങ്ങനെ പ്രാപിച്ചെടുക്കാം? ആരിലൂടെ പ്രാപിച്ചെടുക്കാം? നമ്മൾ നമ്മളെ തന്നെ അവലോകനം ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരിഞ്ഞു നിന്ന്, ഭാവന എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഭാവന പുറത്ത് നിന്ന് തിരികെ ഭാവനയിലേക്ക് എന്നെ നോക്കുമ്പോൾ എന്താണ് ഭാവന? ഭാവന ചെയ്തത് ഒരു ദിവസം ഞാൻ ചെയ്തത് നന്മയാണോ തിന്മയാണോ? അവലോകനം ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ആൻസർ അനുസരിച്ച് പിറ്റേ ദിവസം മുതൽ ഒരു മാറ്റം നമ്മളിൽ കൊണ്ടുവരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് പുറത്തു വരാം. നമ്മുടെ എല്ലാ ലംഘനങ്ങളും പാപങ്ങളും മായ്ച്ച് കളയുവാനായി ഒരുവൻ നമുക്കായിട്ട് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. അവനിലുള്ള ശക്തി മുഖാന്തരം നമ്മുടെ പാപ സ്വഭാവങ്ങൾ, നമ്മൾക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, ഇതിൽ നിന്നല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ ജയിക്കുവാൻ ആവശ്യമായിട്ടുള്ള കൃപയും അതിനാവശ്യമായിട്ടുള്ള ശക്തിയും സ്ട്രെങ്ത്തും അതിനു വേണ്ടിയിട്ടുള്ള ഒരു വലിയ നിറവും എനിക്ക് വേണം. 1 യോഹന്നാൻ 1:9. നാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു, നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾ അവനോട് ഏറ്റുപറയുകയാണെങ്കിൽ, കർത്താവേ എനിക്കിങ്ങനെ ഒരു കുറവുണ്ടെന്ന് നമ്മൾ ഏറ്റുപറയുകയാണെങ്കിൽ, കർത്താവ് ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് കർത്താവിന് മുൻപായിട്ട് സകല പാപങ്ങളും ഏറ്റുപറയുക. ഒടുംചുമപ്പായ പാപങ്ങളും അവൻ നമുക്ക് വേണ്ടി മായ്ച്ചു കളയുന്നു. അവൻ നമുക്ക് വേണ്ടി എല്ലാ തിന്മകളെയും ചുമന്ന് നന്മകളെ നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനത് ചെയ്ത് കഴിഞ്ഞു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ കാൽവരി ക്രൂശിൽ ചെയ്തത് മുഖാന്തരം നമ്മൾക്ക് ഓരോരുത്തർക്കും സ്വസ്ഥതയുണ്ട്, നന്മയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. സകലത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ നീതിയുള്ള കരവും നമുക്ക് നേരെ നീട്ടിയിരിപ്പുമുണ്ട്. കർത്താവേ, എൻ്റെ പാപ സ്വഭാവങ്ങൾ, എന്നിലുള്ള അകൃത്യങ്ങൾ, എന്നിലുള്ള എല്ലാ പാപങ്ങളും മലിനങ്ങളും ലംഘനങ്ങളും മായ്ച്ച് കർത്താവിനെ പോലെ എന്നെ വിശുദ്ധിയുള്ളവനാക്കി കർത്താവ് ഒന്ന് തീർക്കണമേ എന്ന് ഹൃദയം തുറന്ന് നിങ്ങൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ ഇരുന്ന് പറയുവാൻ നിങ്ങൾ ഓരോരുത്തരും സന്നദ്ധരാകുകയാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ ഞാനത് ദൈവസന്നിധിയിലേക്ക് പറയുവാൻ തയ്യാറാവുകയാണെങ്കിൽ, എൻ്റെ കർത്താവ് കൈ നീട്ടി നിങ്ങളെ ഓരോരുത്തരെയും സ്വീകരിച്ച് നിങ്ങളുടെ എത്ര വലിയ കടും ചുമപ്പായ പാപമാണെങ്കിലും അവൻ അതിൽ നിന്നെല്ലാം നിങ്ങളെ വിടുവിച്ച് പൂർണ്ണമായും കർത്താവിന് സ്വരൂപരായി അനുരൂപരാക്കി കർത്താവിനെ പോലൊരു ഹൃദയം, നിർമ്മല ഹൃദയം, വിശുദ്ധിയുള്ള ഹൃദയം ദൈവം നമുക്ക് തരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ ഓരോരോ വ്യക്തികളും അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ, അതിനുവേണ്ടി ടൈം ചെലവഴിക്കട്ടെ, അതിനുവേണ്ടി അവനവനെ തന്നെ ശോധന ചെയ്യട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈ കാണുന്ന ഓരോരോ വ്യക്തികളും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ, കർത്താവെ, അവർക്ക് അതിനെ ജയിക്കാൻ കഴിയാതെ തിന്മയിലേക്ക് വീണു പോകുന്നവർ, പാപത്തിലേക്ക് വീണു പോകുന്നവർ, അങ്ങനെയുള്ളവരെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഒന്ന് തൊടണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഓരോരോ വ്യക്തികൾക്കും വലിയൊരു ശക്തിയെ, വലിയൊരു അനുഗ്രഹത്തെ അങ്ങ്
പകർന്ന് ഇതിൽ നിന്നങ്ങ് വലിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന ഒരു പ്രകൃതം ഓരോരോ വ്യക്തികൾക്കും ഉണ്ടാകട്ടെ. കർത്താവെ, അവരുടെ ചിന്തകൾക്ക് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ഒരു സ്വാതന്ത്ര്യം അങ്ങ് കൽപ്പിക്കണമേ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ വലിയൊരു നിറവ് ഇവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ വന്നു ചേരട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ നിറവും കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനേക സാക്ഷ്യങ്ങൾ ഉണ്ടായി വരട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ വ്യക്തികൾക്കും അനുഗ്രഹവും നിറവും കർത്താവ് കൽപ്പിച്ചാക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. പാപത്തെ ജയിക്കുവാനുള്ള ദൈവകൃപയിൽ ഇവർ ആശ്രയിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവർ ഓരോരോ വ്യക്തികളും ദൈവസന്നിധിയിലിരുന്ന് ഇവരുടെ കുറവുകൾ ഓരോന്നായി ദൈവത്തോട് കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റുപറയുന്ന നിലവാരത്തിൽ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ ഇവരിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ.